അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് വഹാബികൾ അവരുടെ വാദങ്ങൾ തെളിയിക്കാൻ ഉദ്ധരിക്കാറുള്ള ആയത്തുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട മറ്റൊരു ആയത്താണ് സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ ആയത്ത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഈ ആയത്ത് വഹാബികൾ വ്യാപകമായി അവരവരുടെ വാദങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കുകയും സാധാരണക്കാരായ വിശ്വാസികളെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. എന്താണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ച മറ്റാരുണ്ട്? അവർ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ നിങ്ങളുടെ പ്രാർത്ഥനകളെ തൊട്ട് അവർ അശ്രദ്ധവാന്മാരാണ്. ഈ ആയത്തിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പുണ്യകർമ്മമായി കരുതുന്ന, മഹാന്മാരോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഇസ്തിഗാസയ്ക്ക് എതിരായി ഇവർ സാധാരണയായി ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിഗാസ നടത്തുക എന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ നടത്തൽ ഏറ്റവും വലിയ വഴിപിഴച്ച കാര്യമാണ് എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു വരുത്താറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരെക്കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞതായി പ്രതിപാദിച്ചതായി നമുക്ക് കാണാം. മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ ബയാനിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണാം. വ ആലിഹത്തുഹുമുല്ലത്തി യദ്ഊനഹും അൻ ദുആഇഹിം ഇയ്യാഹും ഫീ ഗഫ്ല ലിഅന്നഹാ ലാ തസ്മഉ വലാ തൻതിഖു വലാ തഅഖിലു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ലിഅന്നഹാ ലാ തസ്മഉ വലാ തൻതിഖു വലാ തഅഖിലു, ആ ആരാധ്യ വസ്തുക്കൾ അവകൾ നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കുകയില്ല, അവർ ഒന്നും സംസാരിക്കുകയില്ല, അവർക്കൊന്നും മനസ്സിലാവുകയില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകൾ അവർ ആ കാലത്ത് നടത്തിയിരുന്ന ബിംബാരാധനയെക്കുറിച്ചും ബിംബങ്ങളോട് വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുന്നതിനെക്കുറിച്ചുമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തുള്ള സർവ്വ മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ ഖുർത്തുബിയിലും ഈ സംഭവം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നതായിട്ട് കാണാം. മഹാനവറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹിയൽ ഔസാൻ, അത് ബിംബങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന, അവർ തന്നെ അംഗീകരിച്ച ഷൗക്കാനി ഫത്ഹുൽ ഖദീറിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം. ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് വൽ അസ്നാമുല്ലത്തി യദ്ഊനഹാ അൻ ദുആഇഹിം ഇയ്യാഹാ ഗാഫിലൂന അൻ ദാലിക് ലാ യസ്മഊന വലാ യഅഖിലൂന ലികൗനിഹിം ജമാദാത്ത്. ഇവിടെ പരാമർശിക്കപ്പെട്ടത് അത് ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ്. അവകൾ ലാ യസ്മഊന, അവരൊന്നും കേൾക്കുകയില്ല, വലാ യഅഖിലൂന, നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല, ലികൗനിഹിം ജമാദാത്ത്, അവയെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളാണ് എന്നതുകൊണ്ട് അവകൾക്കൊന്നും മനസ്സിലാവുകയില്ല എന്ന് വളരെ വ്യക്തമായി ഇവർ തന്നെ അംഗീകരിക്കുന്ന ഷൗക്കാനി രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം.
ലോകത്തുള്ള സർവ്വ മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെ തന്നെയാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുർ റാസിയിലും ഈ സംഭവം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അന്നൽ ഖൗല ബി ഇബാദത്തിൽ അസ്നാമി ഖൗലുൻ ബാത്തിലുൻ. ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഈ ബിംബങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവും രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വഹാബികൾ ഇസ്തിഗാസ വിരുദ്ധ വാദത്തിന് വേണ്ടി അവർക്ക് വ്യക്തമായ തെളിവുകളൊന്നും ലഭിക്കാതെ വരുമ്പോൾ കാഫിറുകളെക്കുറിച്ചിറങ്ങിയ മുശ്രിക്കുകളെക്കുറിച്ച് പരാമർശിക്കുന്ന അവർ അവരുടെ ബിംബങ്ങളെക്കുറിച്ച് ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി ഇറക്കിയ ആയത്തുകളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വക്രീകരിച്ചുകൊണ്ട് അത് ഇസ്തിഗാസ വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.